പ്രിയമുള്ളവരെ, അരങ്ങിൽ ഇനി നമുക്ക് ആസ്വദിക്കാം ഒരു ഡാൻസ് ഡ്രാമ. കാളിയ മർദ്ദനം. ദേവകിയുടെയും വാസുദേവരുടെയും 8ാമത്തെ പുത്രനായി ജനനം കൊണ്ട കണ്ണൻ പിന്നീട് വൃന്ദാവനത്തിൽ വളർന്നു. കണ്ണൻ്റെ ആ ലീലകളും അതുകൂടാതെ കാളിയ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ കടന്നു വരുന്ന ഒരു നൃത്താവിഷ്കാരമാണ് അരങ്ങിൽ ഇനി നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത്. അരങ്ങിലെത്തുന്നു ഹന്ന ആൽവിൻ, ദേവിത രതീഷ്, ഈശാനി ദിലീപ്, നക്ഷത്ര സുബിൻ, ദേവാംഗന സുരേന്ദ്രൻ, നികേത രഞ്ജിത്ത്, ആൽവിന കെ സനോജ്, ഈവ കാതറീൻ സബിൻ, ജിയാന ജീഫൻസ്, കാശ്മീര ശിവകുമാർ, അൻവിത അനൂപ്. ആരംഭിക്കുന്നു ഡാൻസ് ഡ്രാമ കാളിയ മർദ്ദനം. സൃഷ്ടി സ്ഥിതി സംഹാരാധാരം ശിഷ്ട സംസാര രക്ഷാകാരം വൃഷ്ണിവംശ രത്നാവതാരം വിഷ്ണും നമ കൃപാസമുദ്രം. സർവൻ സഹയായ ഭൂമിദേവി. ആ ഭൂമിദേവിക്ക് ദുർജന വിളയാട്ടം സഹിക്കവയ്യാതായ നിമിഷം സൃഷ്ടികാരണനായ ബ്രഹ്മാവിന്റെ സമീപത്തെത്തി ഭൂമിദേവി. സജ്ജനദ്രോഹം, പതിവ്രതാപകരണം മുതലായ അസുരചേരികളിൽ താൻ ദുസ്സഹയാണെന്നും ആ നീചകുലത്തിന്റെ ഭാരം താങ്ങാൻ തനിക്കിനി സാധിക്കില്ലെന്നും തൻ്റെ ഈ ദുഃഖത്തിന് ഒരറുതി വരുത്തണമെന്നും ഭൂമിദേവി ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു. എന്നാൽ തനിക്ക് ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സഹായവും ചെയ്യാനാവില്ലെന്നും ശാശ്വത പരിഹാരം കണ്ടുപിടിക്കാൻ പാലാടിനാഥനും ലക്ഷ്മി വല്ലഭനും സ്ഥിതിപരിപാലകനുമായ സാക്ഷാൽ മഹാവിഷ്ണുവിന് മാത്രമേ കഴിയുള്ളൂവെന്നും ചതുർമുഖൻ അറിയിച്ചു. അതനുസരിച്ച് ഭൂമിദേവി വൈകുണ്ഠത്തിലെത്തി. ഭൂമിദേവിയുടെ ദുഃഖം മനസ്സിലാക്കിയ മഹാവിഷ്ണു വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായി താൻ അവതാരമെടുത്ത് അസുരശക്തി കൊണ്ട് ചരാചരങ്ങളെ അമ്മാനമാടുന്ന കംസനെ നിഗ്രഹിക്കാമെന്ന് മഹാവിഷ്ണു ഭൂമിദേവിയോട് പറയുന്നു. കംസനിഗ്രഹം നടത്തി ധരണിയിൽ ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കാമെന്ന മഹാവിഷ്ണുവിന്റെ വാക്ക് കേട്ട് സംതൃപ്തിയായി ഭൂമിദേവി വൈകുണ്ഠത്തിൽ നിന്നും മടങ്ങിപ്പോകും. നന്ദി പ്രജകളെ, നന്ദി. നന്ദി പ്രജകളെ, നന്ദി. നന്ദി.
നിന്റെ സമസ്ത ധിക്കാരങ്ങൾക്കും നിനക്ക് തിരിച്ചടി കിട്ടാൻ പോകുന്നു. നിന്റെ സഹോദരിയായി ദേവകിയിൽ പിറക്കുന്ന 8ാമത്തെ പുത്രൻ നിനക്ക് അന്തകനായി ഭവിക്കും. നിന്റെ നാശം ആസന്നമായി നോർത്തുകൊള്ളുക. നിന്റെ നാശം ആസന്നമായി നോർത്തുകൊള്ളുക. നീ കാരണം എന്റെ നാശമെടുത്തിരിക്കുന്നു. നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. നിന്നെ ഞാൻ ഈ നിമിഷം തന്നെ കൊല്ലാൻ പോവുകയാണ്. പാടില്ല രാജൻ, അങ്ങുടെ പിറന്നവളോട് ദയവ് കാണിക്കണം. അവളെ ഒന്നും ചെയ്യരുത്. ഞാൻ അങ്ങേക്ക് വാക്കു തരുന്നു. ഞങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊള്ളാം. സത്യം, എന്റെ ദേവികയെ കൊല്ലരുത്, കൊല്ലരുത് രാജൻ. ദയ കാണിക്കൂ. ഞാൻ അങ്ങയുടെ കാല് പിടിക്കുകയാണ്. ദയ കാണിക്കൂ, ദയ കാണിക്കൂ, ദയ കാണിക്കൂ രാജൻ. ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. ഇവളോട് ഒരിക്കലും നാം ദയ കാണിക്കില്ല. നമുക്ക് വലുത് നമ്മുടെ ജീവിതമാണ്. സഹോദരിയാണെങ്കിലും ഇപ്പോൾ ഇവൾ നമ്മുടെ ശത്രുവിന്റെ സ്ഥാനത്താണ്. ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നാം ഇവളെ വധിക്കാൻ പോവുകയാണ്. അങ്ങനെ പറയരുത് രാജൻ. ദയ കാണിക്കൂ. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കും. ഞങ്ങളുടെ മംഗല്യം ഇപ്പോൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ. എന്നോടും എന്റെ പത്നിയോടും ദയ കാണിക്കൂ മഹാരാജൻ. ഞാൻ ആദ്യമേ തന്നെ അങ്ങേക്ക് വാക്കു തന്നു കഴിഞ്ഞതാണല്ലോ. ഞങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ അങ്ങയുടെ പക്കൽ ഏൽപ്പിച്ചു കൊള്ളാമെന്ന് എന്നെ വിശ്വസിക്കൂ. സമ്മതിച്ചു. ദേവിയുടെ ജീവൻ നാം എടുക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഇവൾക്കുണ്ടാകുന്ന ഓരോ കുട്ടിയുടെയും ജീവൻ നാം അപ്പോൾ തന്നെ ഇല്ലാതാക്കുന്നതായിരിക്കും. നിങ്ങൾ രണ്ടുപേരും നമ്മുടെ ദൃഷ്ടിപഥത്തിൽ തന്നെ കഴിയണം. നമ്മുടെ ഈ തീരുമാനത്തിൽ ഒരിക്കലും മാറ്റമുണ്ടാവില്ല. ആരവിടെ? ഇവരെ രണ്ടുപേരെയും തുറങ്കിലടക്കി ഉടനെ. നമ്മുടെ ജീവൻ എടുക്കാൻ അവതരിക്കുന്ന ആ വിഷക്കുരുന്നിനെ മുളയിലെ തന്നെ നാം നുള്ളിക്കളയും. ശക്തനും ബുദ്ധിശാലിയുമായ ഈ കംസനോടാണോ കളി? എന്ത് ചെയ്യും സ്വാമി? സ്വാമി, നമ്മളിനി എന്ത് ചെയ്യും? എന്റെ സഹോദരൻ നമുക്കുണ്ടാവുന്ന ഓരോ കുഞ്ഞിനെയും വധിച്ചു കളയും. ഈ ദുർഘട സന്നദ്ധിയിൽ നിന്നും നമ്മൾ എങ്ങനെ രക്ഷപ്പെടും സ്വാമി? പറയൂ സ്വാമി, പറയൂ. സമാധാനിക്കൂ ദേവകി. ഇതൊക്കെ ഈശ്വര നിശ്ചയമാണ്. ഒരു പോംവഴി ഈശ്വരൻ തന്നെ കാട്ടിത്തരും. എന്റെ പൊന്നുമോനെ, എന്റെ പൊന്നുമോനെ ചക്രക്കുട്ട, നോക്ക് സ്വാമി, നമ്മുടെ പൊന്നുമോൻ എത്ര സുന്ദരനാണെന്ന്. സ്വാമി, സ്വാമി, എവിടെയാണ് എന്റെ മരുമകൻ? കാണട്ടെ. ഈ ബാതുലനൊന്ന് കാണട്ടെ. നീ എന്തിനാണ് കരയുന്നത്? നമ്മുടെ സഹോദരിയുടെ പുത്രനല്ലേ നീ? നിന്നെ കൊണ്ടുപോവുകയാണ്. എങ്ങോട്ടാണെന്ന് അറിയട്ടെ. സ്വർഗത്തിലേക്ക്, സ്വർഗത്തിലേക്ക്. എനിക്ക് തിരിച്ചു തരും. ഞാൻ അരുൾ ചെയ്യുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. വസുദേവരുടെ ഭാര്യയായ ദേവകിയുടെ ജഠരത്തിലെ ലോകോപകാരപ്രദമായ ദിവ്യബീജത്തെ നീ ആകർഷിച്ചെടുക്കുക. ഉടൻ തന്നെ വസുദേവരുടെ ആദ്യ ഭാര്യയായ രോഹിണി ദേവിയുടെ ഉദരാന്തർഭാഗത്ത് അനന്തന്റെ വിശ്വോത്തരമായ ആ തേജസ്സിനെ ചേർക്കുക. സ്വാമി, ഇവനെ പോലൊരു സുന്ദരൻ ഈ ലോകത്തുണ്ടായിട്ടുണ്ടോ? ഓ, ഇങ്ങനെയുള്ള എത്ര കുട്ടികളെയാണ് എന്റെ സോദരൻ നിഗ്രഹിച്ചു കളഞ്ഞത്. സ്വാമി, എങ്ങനെ സഹിക്കും ഞാൻ? അതേക്കുറിച്ച് ഇനി ഓർത്തിട്ട് വിഷമിച്ചിട്ട് എന്താ കാര്യം പത്നി? ഭഗവാന്റെ ആജ്ഞപ്രകാരം ഞാൻ ഇവനെ എത്രയും പെട്ടെന്ന് അമ്പാടിയിൽ എത്തിക്കട്ടെ. ഇവൻ അവിടെ എന്നും സുരക്ഷിതനായിരിക്കും. ശരിയാണ്. പക്ഷേ എങ്ങനെയാണ് സ്വാമി പുറത്തു കിടക്കുക?
ചുറ്റും കാവൽഭടന്മാർ ഉറക്കമുളച്ചിരിപ്പുണ്ട്. കൊട്ടാരത്തിന് പുറത്തു കടന്ന് അവരുടെ കയ്യിലെങ്ങാനും പിടിക്കപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും സ്വാമി? ഇല്ല ദേവകി, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്റെ തീരുമാനമല്ലല്ലോ, മറിച്ച് എല്ലാറ്റിന്റെയും അധിപതിയായ സർവേശ്വരന്റെ തീരുമാനമല്ലേ. ഞാൻ പോയി വരാം. പക്ഷെ സ്വാമി, അങ്ങ് പറയുന്നത് ഞാൻ നൊന്ത് പ്രസവിച്ച ഈ കുഞ്ഞിനെ മറ്റൊരു സ്ത്രീയുടെ കൈവശം ഏൽപ്പിക്കുകയോ? ഇല്ല, ഇല്ല സ്വാമി. എന്റെ ഈ പൊന്നുമകനെ ഞാൻ എങ്ങനെ കൊടുക്കും? എനിക്ക് കഴിയില്ല സ്വാമി. ഇല്ല, ഇല്ല. എനിക്ക് മനസ്സിലാകുന്നുണ്ട് ദേവകി നിന്റെ മനോദുഃഖം. പക്ഷെ എന്തു ചെയ്യാനാകും? സാരമില്ല, എത്രയും വേഗം ഞാൻ കുഞ്ഞിനെ അമ്പാടിയിൽ എത്തിക്കട്ടെ. അതിന്റെ കർത്തവ്യമാണ്. ഇനി വൈകുന്നത് ആപത്താണ്. ഞാൻ ഉടൻ തന്നെ പോയിട്ട് വരാം. സമാധാനമായിട്ടിരിക്കെ, ഒന്നും സംഭവിക്കില്ല. ഭഗവാൻ നമ്മുടെ കുഞ്ഞിനെ തുണയുണ്ടാകും. എന്റെ പൊന്നു മകൻ, ഇവൻ അമ്പാടിയിൽ സുരക്ഷിതനായിരിക്കോ സ്വാമി? പറയ, എന്റെ മകൻ മറ്റൊരു സ്ത്രീയുടെ കയ്യിൽ സുരക്ഷിതനായിരിക്കോ? നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നത് ഭഗവാനല്ലേ. ഭഗവാന്റെ വാക്കുകൾ അവിശ്വസിക്കുന്നത് അജ്ഞാനത്തിന്റെ ലക്ഷണമാണ്. ഈശ്വര, കാത്തുകൊള്ളണേ. ഞാൻ പോയിട്ട് വരാം. നീ സമാധാനായിട്ടിരിക്കെ. ലക്ഷ്മീകാന്തം കമലനയനം യോഗി വിദ്യാരമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം. ദേവകിയിൽ മഹാവിഷ്ണു നേരിട്ട് അവതാരം നടത്തുകയും വസുദേവർ അമ്പാടിയിൽ യശോദയുടെ അടുത്ത് എത്തിക്കുകയും ചെയ്തു. 8ാമത്തെ പുത്രന്റെ ജനനമറിഞ്ഞ കംസൻ ആ കുഞ്ഞിനെയും വധിക്കാനായി കാരാഗൃഹത്തിലെത്തി. എന്നാൽ കംസന്റെ കയ്യിൽ നിന്നും വഴുതി മാറി ആ കുഞ്ഞ് സ്വർഗത്തിലേക്ക് ഉയർന്നു. ദേവി യോഗമായായി മാറുകയും കംസനെ ശപിക്കുകയും ചെയ്തു. തുടർന്ന് ദേവകിയെയും വസുദേവരെയും കാരാഗൃഹത്തിൽ നിന്നും മോചിതരാക്കി. തന്റെ നാശത്തിൽ ആകുലനായ കംസൻ ആ ദേശത്തുണ്ടായ എല്ലാ കുഞ്ഞുങ്ങളെയും വധിച്ചു കളയാൻ ഉത്തരവിട്ടു. ദേവകിയിൽ ഉണ്ടായ കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ കംസൻ പൂതനയെ നിയോഗിച്ചു. എന്നാൽ പൂതനയുടെയും അന്ത്യമായിരുന്നു ഫലം. അങ്ങനെ കൃഷ്ണൻ അമ്പാടിയിൽ വളർന്നു വന്നു. രാസരസവിലാസിവാണ വൃന്ദാവനം രാസരസവിലാസിവാണ വൃന്ദാവനം രാധ തൻ ചിരമ്പൊലി ചാർത്തണിഞ്ഞ മധുവനം പ്രണയത്തിൻ ചന്ദന കുളിർമഴയിൽ വ്രജകന്യകൾ വേണുഗാനത്തിലലിഞ്ഞു രാസരസ വിലാസിവാണ വൃന്ദാവനം.
മകൾ പോലവരുദിച്ചു നിന്നതും പാൽക്കുടമുടച്ചും പാൽക്കുടമുടച്ചും പാൽമഴയിൽ കുളിപ്പിച്ചും ചുറുചുംബനങ്ങളാൽ പ്രണയം ജ്വലിപ്പിച്ചും വല്ലീ ഗൃഹത്തിൽ വന്നെത്തും രാത്രികളിൽ വല്ലാത്തൊരു പ്രണയത്തിൻ ഹർഷമായി നിറഞ്ഞതും വാർത്തിങ്കളതു കണ്ടു മിഴി പൊത്തി നിന്നതും ഇടുകിന്നൊരാക്കുയിൽ കളിയാക്കി പാടിയതും ഇനിയെല്ലാം ഓർമ്മകൾ കണ്ണനിങ്ങു പോയോ മധുരയിലേക്കൂരൻ ആനയിച്ചുവെന്നോ നെഞ്ചോടടക്കിയവൻ ഹൃദയത്തിൽ മന്ത്രിച്ചതൊന്നുമേ സത്യമല്ലെന്നോ. യമുനാ തീരത്ത് പന്ത് കളിക്കാനെത്തിയ ചങ്ങാതിമാർ യമുനാ നദി വിഷമയമായി മാറിയിരിക്കുന്നത് അറിഞ്ഞു. തുടർന്ന് കാളിയനെ വകവരുത്താൻ കുഞ്ഞികൃഷ്ണൻ തയ്യാറായി. ദിനതകിണതാം തീം തരനതാം 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 ദിനതകിണതാം തീം തരനതാം. यमुना तडागभंगे रुगभवदां दीं तारान्नातां यमुना तडागभंगे रुगभवदा गिडदा गिडदा रसदलनयनायक सायकमुद्रित जय जयदां दीं तरनदा दिनदगिनदां दीं तरनदा. തഗദജ്ജം തഗദിഗദജ്ജം താം കാമിദജ്ജം തഗദജ്ജം തഗദിഗദജ്ജം താം നീലമനോഹരജാല വിഭൂഷണ നിരത ജലന്ധര ഭുജംഗ നർത്തന നീരജ തടാക അടിക മൃദുലപദ നികട തരംഗ തുംഗ താരംഗ നിർദക നിർദക താം തഗദൈ തഗദീത തഗതാ കിട ദഗ ജഗ ദൃഗി ജഗനന്ദം ദഗ ജഗ ദൃഗി ജഗനന്ദം ദാകിട ദഗ ജഗ ദൃഗി ജഗനന്ദം ദഗ ജഗ ദൃഗി ജഗനന്ദം ദാകിട ദഗ ജഗ ദൃഗി ജഗനന്ദം ദഗ ജഗ ദൃഗി ജഗനന്ദം ദാകിട ദഗ ജഗ ദൃഗി ജഗനന്ദം ദഗ ജഗ ദൃഗി ജഗനന്ദം. యమునా తడాగ తుంగ తరంగం హిమగరస్మినితయమిత శుభంగం తస్తతస్తర కరుణాపాంగం యలివర హృదయ సరోరుహ భృంగం దినత దిల్లాన దినత దిల్లాన దినత దిల్లాన దిక్తకిట దిల్లాన దినత దిల్లాన దినత దిల్లాన దినత దిల్లాన దిక్తకిట దిల్లాన అనక సింధూర అనక శృంగార మదన గంభీర ఉరగభణ సంచార నంద సుకుమార నవనీత గతి చోర ఛందమణిహార జలభవది నుత ధీర నంద సుకుమార నవనీత గతి చోర ఛందమణిహార జలభవది నుత ధీర నంద సుకుమార నవనీత గతి చోర ఛందమణిహార జలభవది నుత ధీర. జయ విజయీ భవనంద కుమార ప్రజజన పరమానంద కిశోర జయ విజయీ భవనంద కుమార ప్రజజన పరమానంద కిశోర కళీయ నడనానంద గంభీర కరుణార సహిత భావ శరీర జయ విజయీ భవనంద కుమార ప్రజజన పరమానంద కిశోర కళీయ నడనానంద గంభీర కరుణార సహిత భావ శరీర. దిదిసు
തക്കാല വിധിഷുത ശീലഗതിശയ നീലധൃതപത ലോലതാകുജണം തരിത തകുജണം തരിതാകുജണം തരിത ദിവിത കിടജണു തരിത തകിട ദിമിത ദിമിത കിട ദിമിത ദിമിത കിട ദിമിത ഥ തത്തോ തത്തൈ കിടത കിട കിടതോ തരികിട തരികിട താകുജണം തരിത തകുജണം തരിതാകുജണം തരിത ദിമിത കിടജണു തദിമിത്തിത്തയ്യ തരികിട തകതാകുജം അതിശയ സുഖ മൃദുപതകരപാദജം തരിത ദിമിത കിടജണു സരസലോക മുരളീരവനാദ സകല ലോക സമ്മോഹന ഗീത സരസലോക മുരളീരവനാദ സകല ലോക സമ്മോഹന ഗീത തക്കു ദിന്ന തക ദിന്നം തക തക താതീതാം ഗുദാതീതാ ദൃഗ 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 ദിന്നത്താം ഗുദാതീതാ താതീതാ തക്കു ദിന്ന തക ദിന്നം നം തക തക താതീതാ ഗുദാതീതാ ദൃഗ 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 ദിന്നത്താം ഗുദാതീതാം ഗുദാതീതാ കദംബ കിസലയ മിളിതനോ പുരപദം ജലിത കൃതപാദത്താം കദംബ കിസലയ മിളിതനോ പുരപദം ജലിത കൃതപാദത്താം ദില്ലാന ദൃഗ ദില്ലാന ദൃഗ ദൃഗ ദില്ലാന കിടതോങ്ക നന്നൻ കിട തോങ്ക തൈക തോങ്ക കഥാ കിട തരി കിടതാം തദിം തദൂം തദൈ തഗജോരക ബന്ധ അദ്ഭുതംഗ ശിരസി ചലനം ചലനം ധൃതനം നിതനം ധൃതനം നിപ ചന്ദ്രവദങ്കരഗങ്കണ കിഞ്ചിതനങ്കനന പദരദരദ ദിമി ദിമി ജുണു ജുണുതാം തദാം ഗതില്ലാനാനകഭൂഷണ തകിട തകസ്തടാകബുധകരമന്ദ സ്മിതകരഭൂഷിത വദയുഗള ജയ വിജയീ ഭവനന്ദ കുമാര പ്രജന പരമാനന്ദ കിശോര ജയ വിജയീ ഭവനന്ദ കുമാര പ്രജന പരമാനന്ദ കിശോര കടീയനടനാനന്ദ ഗംഭീര കരുണാരസയുത ഭാവ ശരീര പദ മധുകര മധുപദരണ സമനയന കമലദള ചലന മുനി ഹൃദയമഭിചോര കരാ ദയാ കരാ മുരാരി ശേഖര പദ മധുകര മധുപദരണ സമനയന കമലദള ചലന മുനി ഹൃദയമഭിചോര കരാ ദയാ കരാ മുരാരി ശേഖര പദ മധുകര മധുപദരണ സമനയന കമലദള ചലന മുനി ഹൃദയമഭിചോര കരാ ദയാ കരാ മുരാരി വാവ്, എത്ര സുന്ദരമല്ലേ! നമ്മൾ കുറച്ച് നിമിഷങ്ങൾ കടന്നുപോയത് അറിഞ്ഞില്ല.